Hello, welcome to chapters. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ട് സെറ്റ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സിമ്പിൾ ടോപ്പിക് ആണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞു. ഇനി അങ്ങോട്ട് പറയാനുള്ള ഒരു മെയിൻ ടോപ്പിക് ആണ് നോർമലൈസേഷൻ. അപ്പോൾ ഈ ഒരു ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടോപ്പിക്കിന്റെ ഇടയ്ക്കുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തരും. ഒപ്പം അതിൽ നിന്ന് നമുക്ക് കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും, സ്പെഷ്യലി സെക്കൻഡ് തേർഡ് BCNF നോർമൽ ഫോമിന്റെ കേസിൽ. അന്നേരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ക്ലോഷർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്ലോഷർ മെത്തേഡിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് all those attributes which can be functionally determined from a single attribute or a set of attributes are called as closure of that attribute or a set of attributes. എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ആ ടേബിളിനുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട്സിനെ എല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സോ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കീ വെച്ചുകൊണ്ട്, കീ ആട്രിബ്യൂട്ട് വെച്ചുകൊണ്ട് ഏതെല്ലാം ആട്രിബ്യൂട്ട്സിനെ അതിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ, അപ്പൊ അത്രയും ആട്രിബ്യൂട്ട്സിന്റെ ഒരു സെറ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് ഈ കീ ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നുകൂടി സിമ്പിൾ ആക്കിയിട്ട് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു കോവിഡ് പോസിറ്റീവ് അയാളുടെ റൂട്ട് മാപ്പ് എടുക്കുന്ന സമയത്ത് അയാളുമായിട്ട് ആരെല്ലാം കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം പേര് വരുന്ന ഒരു ലിസ്റ്റ് ആണ് എടുക്കുക. ദാറ്റ് മീൻസ് ആ ലിസ്റ്റിൽ ഈ ഒരു കോവിഡ് പോസിറ്റീവ് ആയ ആളുണ്ടായിരിക്കും, ഒപ്പം കോണ്ടാക്ട് വന്ന ആളുകളുടെ പേരുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു പോസിറ്റീവ് ആയ ആളാണ് ബാക്കിയുള്ളവരെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ ആളിന്റെ ക്ലോഷർ എടുക്കുക എന്ന് പറയുമ്പോൾ അയാളും വരും, ഒപ്പം അതിലെ കോണ്ടാക്ട് വന്നിട്ടുള്ള ബാക്കി ആളുകളുടെ പേരും വരും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് എ എന്നുള്ളത്. ആ ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് എയുടെ പവർ പ്ലസ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഫോമിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് യൂസസ്? അപ്പോൾ ഈ ഒരു ക്ലോഷർ മെത്തേഡിന്റെ യൂസ് മെയിൻലി ഞാൻ പറഞ്ഞു, കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലി ഒരു ടേബിൾ തന്നിട്ട് അതിലെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കീസിനെ കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് വഴി അത് ഏത് ടൈപ്പ് കീ ആണ്, അപ്പൊ പല ടൈപ്പ് കീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ. അപ്പൊ അതിൽ നിന്ന് തന്നെ ഏത് ടൈപ്പ് കീ ആണെന്ന് ഡിറ്റർമിൻ ചെയ്യാനും ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് ആംസ്ട്രോങ് ആക്സിയംസ്, അതായത് മെയിൻ ആയിട്ട് വരുന്ന ഇൻഫറൻസ് റൂള് ആവശ്യമായിട്ട് വരും. അങ്ങനെയാണ് ഈ ക്ലോഷർ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ക്ലോഷർ കാണുന്നത്, അതിൽ നിന്ന് കീസിനെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അതിൽ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട് ABC. അതിൽ തന്നെയുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്, A ഡിറ്റർമിൻസ് B, B ഡിറ്റർമിൻസ് C ആൻഡ് AB ഡിറ്റർമിൻസ് C എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതിൽ ഓരോ ആട്രിബ്യൂട്ട്സിന്റെ ക്ലോഷർ കാണാം. ഫസ്റ്റ് വൺ എയുടെ ക്ലോഷർ. എയുടെ ക്ലോഷർ കാണുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ നോക്കേണ്ട ഡിപ്പെൻഡൻസീസിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ എനെ തന്നെ ഡിറ്റർമിൻ ചെയ്യും. ദാറ്റ് മീൻസ് ഏതൊരു ആട്രിബ്യൂട്ടും അതിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യും. നെയിമിനെ ഡിറ്റർമിൻ ചെയ്യും. റോൾ നമ്പറിനെ ഡിറ്റർമിൻ ചെയ്യും. അത് ഏത് പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ്? റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട്. അപ്പോൾ എയുടെ ഗ്രൂപ്പിൽ എ വന്നു. ഇനി നെക്സ്റ്റ് ഗിവൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ നോക്കുന്നു, അതിൽ എ ഡിറ്റർമിൻസ് ബി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ ഗ്രൂപ്പിൽ ബി വന്നു, ബി യെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കിയാൽ അറിയാം, ബി ഡിറ്റർമിൻസ് സി. ഇത് എങ്ങനെയാണ് വന്നത്? ഈ ഒരു 2 ഡിപ്പെൻഡൻസീസ് എടുക്കുന്ന സമയത്ത് എ ഡിറ്റർമിൻസ് ബി ആൻഡ് ബി ഡിറ്റർമിൻസ് സി. ഇത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എ ഡിറ്റർമിൻ സി എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് സിയും വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പെൻഡൻസി എടുക്കുമ്പോൾ എ ബി ഡിറ്റർമിൻ സി ആണ്. ഇവിടെ എ ബി ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട് സി എ. സോ ഇത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് എയുടെ ക്ലോഷറിൽ നിന്ന്. അപ്പൊ എയുടെ ക്ലോഷറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആട്രിബ്യൂട്ട്സ് ആണ്. ഇത് നമ്മളുടെ തന്നിരിക്കുന്ന റിലേഷൻ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് ഇവിടെ 3 റിലേഷൻ, എയും ബിയും സിയും തന്നിരിക്കുന്ന റിലേഷനിലുള്ളതും സെയിം ആട്രിബ്യൂട്ട്സ് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഈ ഒരു എ എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു കീ ആണ്. കീ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് കീ ആണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ മിനിമം ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരൊറ്റ ആട്രിബ്യൂട്ട് വെച്ചിട്ട് എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇവിടെ ഒരു
കാൻഡിഡേറ്റ് കീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്തു നോക്കാം അടുത്ത ആട്രിബ്യൂട്ട് ബിയുടെ ക്ലോഷർ. ബിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ ആസ് പെർ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി ബിയെ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫംഗ്ഷണൽ ഡിപെൻഡൻസിയിലോട്ട് പോകുമ്പോൾ ബി ഡിറ്റർമിൻസ് സി ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സി ഏതിനെങ്കിലും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ. ഇവിടെ സി ഒറ്റ ആട്രിബ്യൂട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. ഈ ഒരു കോമ്പിനേഷൻ എടുത്തു നോക്കാം ബി സി എന്നുള്ള. ബി സി ഏതിനെങ്കിലും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടോ, അതും ഇല്ല. അപ്പോൾ ബിയുടെ ക്ലോഷർ എന്ന് പറയുന്നത് ബിയും സി ആണ്. അത് നമ്മൾ തന്നിരിക്കുന്ന റിലേഷൻ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ആട്രിബ്യൂട്ട്സിനെയും, ബിക്കോസ് എനെ ഇവിടെ ബി എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതിനെ നമുക്ക് കീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് കണ്ടുനോക്കാം സിയുടെ ക്ലോഷർ കണ്ടുനോക്കാം. സിയുടെ ക്ലോഷർ കാണുമ്പോൾ ഇവിടെ സിയെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കും ആസ് പെർ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പോൾ സിയെ മാത്രമേ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളൂ, അതും ഒരു കീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷണൽ ഡിപെൻഡൻസീസ് എ ബി ഡിറ്റർമിൻ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ എ ബി വെച്ചോട്ടെ ക്ലോഷർ കണ്ടുനോക്കാം. എ ബിയുടെ ക്ലോഷർ കാണുമ്പോൾ എ ബിയെ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ആട്രിബ്യൂട്ട്സ് എയും ബിയും വന്നു ഇവിടെ. ഇനി നമുക്ക് ഡിപെൻഡൻസീസിൽ പോയി നോക്കുമ്പോൾ എ ബി ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്, സി എ ആണ്. അപ്പോൾ മൂന്നാമത്തെ ആട്രിബ്യൂട്ടും ഇതിനകത്ത് വന്നു. അപ്പൊ ഈ ഒരു എ ബിയുടെ ക്ലോഷർ കണ്ടപ്പോഴും നമുക്ക് ആ റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതും ഒരു കീ ആണ്. പക്ഷെ ഇതിനെ നമുക്ക് കാൻഡിഡേറ്റ് കീ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും മിനിമൽ കീ ആണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി എ വെച്ചുകൊണ്ട് എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് എ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിലും അതിന് എല്ലാ ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു കാൻഡിഡേറ്റ് കീനോട് കൂടി ഏത് ആട്രിബ്യൂട്ട്സ്, അത് നോൺ കീ ആയാലും കുഴപ്പമില്ല, ഏത് ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്താണ്, അതൊരു സൂപ്പർ കീ ആണ്. സോ നമുക്കിവിടെ ഇതിനെ സൂപ്പർ കീ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മളൊരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്ലോഷർ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് പ്രൈം ആട്രിബ്യൂട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് കീ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണോ അതാണ് നമ്മളിവിടെ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എ എന്നുള്ള ഒരൊറ്റ ആട്രിബ്യൂട്ട് ആണ്. സോ ഇവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട് ആണ് എ എന്നുള്ളത്. ഇനി നോൺ പ്രൈം ആട്രിബ്യൂട്ട്. നോൺ പ്രൈം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈം അല്ലാത്ത ആട്രിബ്യൂട്ട്സിനെയാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതൊക്കെയാണ്, പ്രൈം ആട്രിബ്യൂട്ട് അല്ലാതെ. ദാറ്റ് മീൻസ് ബിയും സിയും ഇവിടുത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. ഇങ്ങനെയാണ് ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്ലോഷർ കാണുന്നതും അതിൽ തന്നെ ഏത് ടൈപ്പ് കീ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതും. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം, ഇതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഫംഗ്ഷണൽ ഡിപെൻഡൻസിയെയും ക്ലോഷർ കാണുന്നതും കീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നെറ്റിലും ഗേറ്റിലും ചോദിച്ചിട്ടുണ്ട്. അതുകൂടി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.